ഞാനിവിടെ കാണിക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് പാൻകേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കുന്നതും അത് വെച്ചിട്ട് പാൻകേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് 1.5 കപ്പ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഓട്സ് നമുക്ക് ആദ്യം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ 1.5 കപ്പ് ഓട്സ് ഞാൻ പൊടിച്ച് എല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ ബൗളിലേക്ക് പൊടിച്ച് ഇടാം. അപ്പോൾ ഞാൻ ഫുൾ 1.5 കപ്പ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് മൈദ, 1 കപ്പ് ആട്ട ഗോതമ്പ് പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. ഇതും കൂടി ഇടാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടത് പട്ട പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പട്ട പൊടിച്ചത് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാര, 1/4 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ നന്നായി ഒന്ന് യോജിച്ച് വരും. അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓട്സിൻ്റെ ഒക്കെ തരി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ച് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മിക്സ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പത്തിൽ എടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുത്ത് ഉണ്ടാക്കി വെച്ചാൽ മതിയാവും, സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയാവും. ഇതിൽ പല ഫ്ലേവറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മിക്സ് കൊണ്ട് തന്നെ. ഇത് നമുക്ക് അടച്ചിട്ട് ഒരു ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഇതിൽ നിന്ന് ഞാൻ 1 കപ്പ് എടുത്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാൻകേക്ക് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്, 1 മുട്ട, പിന്നെ വേണ്ടത് പാല്. അത് നമുക്ക് വേണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ മുട്ടയും പാലൊന്നും ചേർക്കാണ്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാണ്ട് പാലൊഴിച്ചിട്ട് നമുക്ക് ആ ഒരു ഇതിൽ പാലൊഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള പാൻകേക്ക് അപ്പോൾ ഇതുപോലെ മിക്സിയിലിട്ട് അടിക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല. ഇതിൽ നിന്ന് 1 കപ്പ് പൊടി എടുക്കാം, ആവശ്യത്തിനുള്ള പാലൊഴിക്കാം. ഈ ഒരു ലൂസിൽ, ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കിയിട്ട്, അപ്പോൾ അതിന് മുട്ട ചേർക്കാണ്ട് പാല് മാത്രം ഒഴിച്ച് ഇതുപോലെ ഒരു തിക്നെസ്സിലാക്കി തിക്കുള്ള ബാറ്റർ ആക്കിയിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അടിവശം. അതിന് ശേഷം നമുക്കിതുപോലെ കണ്ട ഈ ഒരു ബബിൾസൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വീറ്റ് ഫ്ലോറും ഓട്സൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാകും. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് ചോക്ലേറ്റ് മീത തേച്ചിട്ടോ അല്ലെങ്കിൽ നെറ്റല്ല തേച്ചിട്ടോ ഹണി ഇട്ടിട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുത്തു വിടാം. അപ്പോൾ നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഹണി ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് പകരം ചോക്ലേറ്റ് യൂസ് ചെയ്യാം, നെറ്റല്ല യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ അടുത്തുണ്ടാക്കുന്ന ബനാന പാൻകേക്കാണ്. അതിന് 1 കപ്പ് ഇതുപോലെ മിക്സ് എടുക്കുന്നുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പഴം, അത് റോബസ്റ്റ് പഴം പോലത്തെ ഒരു പഴമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു പഴവും ഇതിലേക്ക് ചേർക്കാം. നമുക്കിപ്പോൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് ബനാന പാൻകേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി 1 ടേബിൾ സ്പൂണൊക്കെ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് പാല്, 1/2 കപ്പ് പാലും 1/4 കപ്പോളം വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി. ആദ്യം 1/2 കപ്പ് പാൽ ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഈ ഒരു ലൂസായിട്ടുള്ള രീതിയിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളമോ പാലോ എന്താ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ബനാന പാൻകേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് അതുപോലെ തന്നെ ചുട്ടെടുക്കാം. തീ എപ്പോഴും ചൂടായതിന് ശേഷം കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും.
അപ്പോൾ നമുക്കിതല്ലാണ്ട് തന്നെ ഒന്നും ചേർക്കാണ്ട് തന്നെ കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ബനാന പാൻകേക്ക് വെറുതെ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിൽ കൂടി നട്ടെല്ല തേച്ചാലും ചോക്ലേറ്റ് തേച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വെറുതെ വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ പാലൊഴിച്ചിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് രാവിലെ തന്നെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി കൊടുത്തു വിടാം. ഇതുപോലെ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.